കേട്ടാ നിനക്ക് മനസ്സിലായില്ലേ? ഇതാ ഉറക്കത്തിൽ എനിക്ക് കിടക്കുന്ന അസുഖമാണ്. അത് നിന്റെ തന്തയ്ക്ക്. ഇവൻ പാട്ട് പാടും. ഓ എങ്കിൽ ടോണി ഒരു പാട്ട് പാടിക്കേ, കേൾക്കട്ടെ. മകണ്ടി വീട് മച്ചിങ്ങ തരാം തരാം മകണ്ടി വീട്. അപ്പച്ച ബോധം കെട്ട് വീണതല്ല, പിന്നെ ഇറക്കി ചവിട്ടിയപ്പോ സിപ്പായി വീണതല്ലേ. അതിന് ഗോതയിൽ എവിടെയാണ് വെള്ളം? എന്റെ അപ്പച്ച അവനാ ഫൗള് കാണിച്ചത്. അമ്മച്ചി കേൾക്കാം. ഞാൻ ഇടിക്കാനായിട്ട് കൈതേ ഇങ്ങനെ റെഡിയാക്കി വന്നപ്പെട്ടേന് ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കാല് വലിച്ചെന്റെ അടിനാഭിക്കിട്ടൊരു തൊഴി, മൂത്രം ചരപരപരപരാന്നു പോയി. ആ വെള്ളത്തിൽ ചവിട്ടിയാ ഞാൻ വീണത്, അല്ലാതെ ബോധം കെട്ട് വീണതല്ല. ഇന്നലെ സിനിമ കണ്ടതാണോ? ഇന്നലെ സിനിമ കണ്ടില്ല സാർ, വേണമെങ്കിൽ ഇന്നൊരെണ്ണം കാണാം. അതല്ലടോ, പത്മരാജന്റെ സിനിമ ഇന്നലെ കണ്ടതാണോ? പിന്നെ ഞാൻ കണ്ടതാ. ഇത് കഴിഞ്ഞാൽ വേറെ ഉണ്ടേ പോലില്ല. എന്നാ പിന്നെ മോൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കളിച്ച് ഇവിടെ തന്നെ നടക്കട്ടെ. ഒടുക്കം പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോയി മുലപ്പാല് വേണമെന്നും പറഞ്ഞ് വരരുത്. എന്ത് കാട്ടാൻ? ചേട്ടന് പേടിയില്ലേ? അതല്ലെന്ന്, കാട്ടാന വന്നിട്ട് നമ്മളെന്ത് കാട്ടാനോ? എന്തെങ്കിലും കാട്ടാനുണ്ടെങ്കിൽ അത് കാട്ടാനോ കാട്ടിയിട്ട് അങ്ങ് പൊക്കോളൂ. എന്റെ മുമ്പിൽ ആ പൊങ്ങിയിരുന്നെങ്കിൽ സായിപ്പ് ചങ്ങിപ്പോയെ. എന്താണ് നെത്തോലി? ഒരു ചെറിയ മീനല്ലേ? ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവ, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ആരാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്? തന്റെ മാനേജറെ വിളിക്ക. നീ കഴിക്കാതിരുന്ന ചോദിക്കണം സാമേ, മാനേജറെ വിളിക്കണോ? ഇതുപോലത്തെ 2 പ്ലേറ്റ് ചിക്കൻ കറിയും കൂടെ വേണം. ഞാൻ ആകെ ഭയതാണ്. നീ വണ്ടി ഓടിക്കുന്നത് നിന്നെ അവർക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് പറ്റില്ല, പ്രായമായിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. അപ്പച്ചനെ കൊല്ലും പറഞ്ഞു. ടോണി, നീ അപ്പച്ചനെ വിളിച്ച് സെമിത്തേരിയിൽ 4 കുഴിയെടുക്കാൻ പറഞ്ഞു. നീളം അധികം വേണ്ട, കാരണം തല ഉണ്ടാവില്ലല്ലോ. അതിപ്പോ ഈ അമാവാസ്യം മാറ്റി വെച്ചപ്പോലെ. ആരെങ്കിലും സ്ത്രീകളായി ഈ രാത്രി ഒരു പോണില്ല. അല്ലേ എന്റെ ഗർഭത്തിൽ ഇവന് അവകാശിയാ? അതെ, എന്നെ കൂടുതല കൂട്ടുവാ. അല്ല, ഞാനൊരു വിശാല മനസ്കനായതുകൊണ്ട് പറയുന്നതാ. ഞാൻ 3ാമനായിക്കോളാം പ്ലീസ്.